സൗണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ MVDക്ക് എന്താണെങ്കിലും പിടിക്കാൻ പറ്റില്ല കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുക, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ഫൈൻ തരും. അത് ഈ ഗിയറിനൊപ്പം ഒന്ന് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പോർട്സ് മോഡുമായി, അതുപോലെ തന്നെ ഇത് മാനുവലായിട്ട് നമുക്ക് ഓടിക്കാം. പോർഷെ മെക്കാനാണ് ഡ്രീം വെഹിക്കിൾ. 1 year ആണ് പറഞ്ഞത്. 1 year ആണ് പറഞ്ഞത്. ഇതിപ്പം നമുക്ക് ഓൺ റോഡ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം സച്ചിൻ ഇപ്പം 3000 കിലോമീറ്ററിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടി? 20-25 ആയിരിക്കും. നമ്മൾ ചോദിക്കാൻ പാടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ചെറിയൊരു വണ്ടി പ്രാന്തനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഇത് ബ്രിട്ടീഷ് എംബ്ലം. വണ്ടിയുടെ ഇന്റീരിയർ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. നേരത്തെ മിനി കൂപ്പർ 3 door ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അത് ഒരിക്കലും പ്രാക്ടിക്കൽ കാർ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അതായിരുന്നു എനിക്ക് ഇഷ്ടവും എടുക്കാൻ. വെൽക്കം ടു ഓട്ടോഫൈൽ. ഓട്ടോഫൈലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കാർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ കാറാണ്, വേറെ ഒന്നുമല്ല, മിനി കൂപ്പർ. മഴയത്തൊരു മിനി കൂപ്പറിന്റെ റിവ്യൂ, അങ്ങനെയായിരിക്കും മിക്കവാറും തമ്മിൽ വരാൻ പോണേ. നല്ല മഴയാണ്, അതുകൊണ്ട് നമുക്ക് ഇൻട്രോ പറയുന്നതിന് മുമ്പ് തന്നെ മഴ തുടങ്ങി. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കാരണമാണ് വണ്ടി നമ്മുടെ ഷെഡിലിട്ട് ഇപ്പൊ എടുക്കുന്നത്. ഇത് നമ്മുടെ മിനി കൂപ്പറിന്റെ കൺട്രി മാൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. സ്പോർട്സ് വേരിയന്റ് ആണ്, അതാണ് S എന്നുള്ള സിമ്പിൾ കാണിക്കുന്നത്. 2 liter പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഏകദേശം 189 bhp കരുത്ത് വരുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. എന്താണെങ്കിലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് HBO-യും സ്റ്റാർ മൂവീസൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഈ മിനി കൂപ്പർ നമ്മുടെ പ്രശസ്തമായത് ഇറ്റാലിയൻ ജോബ്, അതുപോലെ മിസ്റ്റർ ബീനൊക്കെ യൂസ് ചെയ്തൊരു കാറായിരുന്നു. ഭയങ്കര കൗതുകമുള്ളൊരു കുഞ്ഞു കാറായിട്ടാണ് നമ്മളൊന്ന് കണ്ടിരുന്നത്. അത് 3 door ആയിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ വന്നപ്പോഴത്തേക്കും പ്രാക്ടിക്കാലിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവർ 5 door ഇറക്കി. 5 door ശരിക്കും ഒരു പ്രാക്ടിക്കലി ആയിട്ടുള്ള കാറാണ്. മിനി കൂപ്പറിന്റെ 3 door യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അത് 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് 5 door ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക്, ഇല്ലെങ്കിൽ 4 പേർക്ക് 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു കാറാണ്. നമുക്കപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മിനി എന്ന ഇതൊരു ബാജിങ് ആണുള്ളത്. ഇപ്പൊ മഴ പെയ്ത കാരണം മൊത്തം വെള്ളമായിട്ട് കിടക്കാണ്. പിന്നെ ഒരു ഹണികോം ഗ്രിൽ, അവരുടെ മിനി ആക്കിയ ആ ഒരു ഹെഡ് ലാമ്പ്. ഇത് പഴയ ഒരു റൗണ്ട് ഹെഡ് ലാമ്പ് ആണെങ്കിൽ നമ്മുടെ കൺട്രി മാനിലേക്ക് വന്നപ്പോഴത്തേക്കും അതിന്റെ ആ ഷേപ്പിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് തന്നെയാണ്. പണ്ടത്തെ മിനി കൂപ്പറിൽ ബോണറ്റ് തൊട്ട് അങ്ങ് പുറകു വരെ, ഡിക്കി വരെ നിൽക്കുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ലൈൻ ഇപ്പോഴും അവർ കൺട്രി മാനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ 2 ലൈനായി, 2 സൈഡിൽ 2 ലൈനായി. അതുപോലെ ബോണറ്റൊക്കെ ആണെങ്കിലും കുറച്ച് പൊങ്ങി നിൽക്കുന്നത്, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുമെന്നറിയില്ല, കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. ഒരു റെഡ് സ്ട്രൈപ്പ് വരുന്നുണ്ട്, അത് എക്സ്ട്രാ ചെയ്യിച്ചതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സൈഡ് ബോൾ ഉണ്ട്. ടയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്നത് പിർലിയുടെ ടയേഴ്സാണ് വന്നേക്കണേ. 225, 55, 18 inches ടയേഴ്സാണ് നമുക്ക് കൺട്രി മാനിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്പോർട്സ് എന്നുള്ളൊരു സിമ്പിളിന്റെ എംബ്ലം കാണാം. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ, അതും ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഈ മിററിൽ കുറെ പ്രത്യേകതകളുണ്ട്. ഈ മിററിൽ തന്നെ ഒരു ലാമ്പ് വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ മിനി എന്നുള്ളൊരു സിമ്പിൾ ഇവിടെ വരും. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇതാ, രാത്രി ആകുമ്പോഴായിരിക്കും ശരിക്കും അതിന്റെ വിസിബിലിറ്റി നന്നായിട്ട് കാണാൻ പറ്റുക. അതുപോലെ 4 ഡോറിലും ഡോർ പാഡിൽ തന്നെ ഓരോ ലൈറ്റ്സ് വരുന്നുണ്ട്. സോ നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊന്നുകൂടെ ഈസി ആയിരിക്കും. ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഇരുട്ടൊക്കെ ആണെങ്കിൽ. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അറിയില്ല എത്രത്തോളം വിസിബിൾ ആയിരിക്കും. എന്താണെങ്കിലും ഇന്റീരിയർ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. വണ്ടിയുടെ ഇന്റീരിയർ ശരിക്കും കുറച്ച് ലക്ഷറിയസ് ഇന്റീരിയർ ആയെന്ന് തന്നെ പറയണം. ആദ്യം തന്നെ ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം. ഡോർ പാഡ് തുടങ്ങുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നതിനൊപ്പം തന്നെ അവിടെ ഒരു ലൈറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തും ഒരു LED സ്ട്രിപ്സ് ആണ് വന്നേക്കണേ. സ്പീക്കേഴ്സ് വരുന്നത് ഹാർമണിയാണ് വരുന്നത്. സോ നമുക്കപ്പം ഊഹിക്കാവുന്നതല്ല എത്രത്തോളം
നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത്. ഉള്ളിലേക്ക് ഞാൻ ഇരിക്കുകയാണ്. ഇവിടെ മെമ്മറി ഫങ്ഷൻസോടുകൂടിയുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. 2 തരത്തിൽ നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാം. ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റിയറും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സീറ്റ് അത്യാവശ്യം അത്യാവശ്യമല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഇന്റീരിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ മിനി അല്ല, ഇത്തിരി അത്യാവശ്യം വലിയ കാറാണ്. പക്ഷെ സ്റ്റിയറിംഗ് ഭയങ്കര കോമ്പാക്റ്റ് ആണ്, സെക്സിയാണ്, കുഞ്ഞ സ്റ്റിയറിംഗ് ആണ്. നമുക്കത് ലെതർ റാപ്ഡ് ആണ്, ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ. ഇവിടുത്തെ സ്വിച്ചൊക്കെ എല്ലാം ഭയങ്കര എന്താ പറഞ്ഞ യൂറോപ്യൻ നിലവാരത്തിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ട് ബട്ടൺ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളാം. എക്സോസ്റ്റ് സൗണ്ട് നമ്മൾ രണ്ടാമത് കേൾപ്പിക്കുന്നതാണ്. സിംഗിൾ ബട്ടണിൽ വണ്ടി സ്റ്റാർട്ടായി. അതുപോലെ ഇവിടെ ട്രാക്ഷന്റെ ബട്ടൺ വരുന്നുണ്ട്. സ്പോർട്സ് ഗ്രീൻ നമ്മുടെ മോഡ് മാറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ മാറ്റി കാണിച്ചു തരാം. ഇതാ ഡ്രൈവർ 1, ഡ്രൈവർ 2, ഡ്രൈവർ 3, ഡ്രൈവർ ഓഫ് സജസ്റ്റ്, ഡ്രൈവർ പ്രൊഫൈൽ അസൈൻ ടു ബി വെഹിക്കിൾ. നമുക്കത് മോഡ് മാറ്റാം. വണ്ടിയുടെ ഇന്റീരിയർ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൈൻഡ്സ്, സൺറൂഫിന്റെ ബ്ലൈൻഡ്സ് മാത്രം ഞാൻ ഒന്ന് തുറക്കാണ്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല, മേളിൽ വെള്ളമൊക്കെ ഉണ്ട് മഴ പെയ്ത കാരണം. പിന്നെ ഇതിന്റെ ലൈറ്റ്സിലേക്ക് വരാം. ആംബിയൻ ലൈറ്റ്സിന്റെ സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. ആംബിയൻ ലൈറ്റ്സിന്റെ അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ ലൈറ്റിന്റെ സ്വിച്ചസ് ആണ് കാണുന്നത്. ഇത് ഇതാ എല്ലാം LED ലൈറ്റ്സ് ആണ്. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓഫായി. അതുപോലെ ഇപ്പുറത്തുള്ളത് വണ്ടിയുടെ ആംബിയൻ ലൈറ്റിന്റെ സ്വിച്ച് ആണെന്ന് പറഞ്ഞില്ലേ. ഡോർ പാഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ സ്വിച്ച് ടോഗിൾ ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ കളർ മാറുന്നതാണ്. റെഡായി. ഇത് എത്രത്തോളം കളർ നമുക്ക് ഉണ്ടെന്ന് അറിയില്ല, ഇഷ്ടംപോലെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഗിയർ നോബിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം, ഇത് നമ്മൾ BMW ഒക്കെ കണ്ടുവന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ നോബാണ്. നമ്മളിപ്പോൾ പാർക്കിലാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ന്യൂട്രലായി. ഇതിപ്പോൾ റിവേഴ്സിലായപ്പോഴത്തേക്കും ക്യാമറ കാണിക്കുന്നുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്തിട്ട് താഴത്തേക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവ് മോഡിലായി. ഇപ്പോൾ ഡ്രൈവ് മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. അത് ഈ ഗിയർ നോബ് ഒന്ന് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പോർട്സ് മോഡുമായി, അതുപോലെ തന്നെ ഇത് മാനുവലായിട്ട് നമുക്ക് ഓടിക്കാം. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്നില്ല, നേരെ സൈഡിലേക്ക് ഇതിന് തട്ടി ഡ്രൈവ് മോഡിലായി. ഇനി വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതാ ഈ ബട്ടൺ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് മോഡിലേക്കായി. നമുക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിന്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് പണ്ടത്തെ പോലെ വലിച്ചൊന്നും ഇടേണ്ട ലിവറൊന്നുമില്ല, ഒറ്റ സ്വിച്ചാണ്. പക്ഷെ ഇവിടെ പാർക്ക് മോഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി പാർക്കിലായി. അതുപോലെ ഡ്യുവൽ ടോൺ AC ആണ് വരുന്നത്. നമുക്ക് 2 സൈഡിലും നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 17 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ 24 ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ആയിരിക്കുമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ബട്ടൺ. എല്ലാം ഒരു നമ്മുടെ നോർമൽ കാറുകൾ കാണുന്ന പോലെ അല്ല, ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ നമ്മുടെ മെനു ചേഞ്ച് ചെയ്യാനുള്ള ടോഗിളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെനു കാണാം. ഇവിടെ നമുക്ക് മാപ്പ്, അതുപോലെ തന്നെ ഇപ്പം മാപ്പ് വന്നു. ഈ ഒരു സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇത് നമ്മൾ ഈ 1 2 3 4 5 6 എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിക്കും ബട്ടൺസ് ആണ്. ശരിക്കും ഇത് ബട്ടൺസ് അല്ല, സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ആകെ ഈ ഒരു വോളിയത്തിൻ്റെ ഇത് മാത്രമേ അനലോഗ് ബട്ടൺ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 1 2 3 മറന്ന് നമുക്ക് കാണാം. തിരിച്ച് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഹാൻഡ് റെസ്റ്റിന്റെ ഉള്ളിൽ ഒരു മൊബൈൽ ചാർജറാണ് വരുന്നത്. നമുക്കൊന്ന് മൊബൈൽ വെച്ച് നോക്കാം. മൊബൈൽ വെച്ചു. ചാർജ് ആവുന്നുണ്ട്. ഓക്കെ, ചാർജ് കുറവാണ്. ഇത് നേരെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുഴുവനായിട്ട് പൊക്കിയെടുത്ത് ഇവിടെ അത്യാവശ്യം ഒരു നമുക്ക് സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. പ്ലസ് ഇവിടെ ഒരു C ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ. നമ്മളൊന്ന് ഇവിടെ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിന്റെ ഒരു ഡിസൈനിങ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്.
സോഫ്റ്റ് ടച്ച് ആണ്, ഹാർഡ് ടച്ച് അല്ല, സോഫ്റ്റ് ആണ്, എന്നാൽ അത്ര ഹാർഡല്ല. നമ്മളൊന്ന് പുറകിലൊക്കെ കയറി നോക്കാം. ഇത്ര നേരം ഫ്രണ്ടിലാണ് ഇന്ന്, മഴയുള്ള കാരണമാണ് നമുക്ക് ഒരു പ്രശ്നം. നമ്മൾ സാധാരണ വണ്ടിയിൽ കയറുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുറകിലേക്ക് കയറിയിരിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ജോൺ കൂപ്പർ വർക്ക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോറിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിലും പ്രത്യേകിച്ച് എക്സ്ട്രാ എലമെന്റ്സ് ഒന്നും ഇല്ല, പക്ഷെ എല്ലാ ഫിനിഷിങ്ങും നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെതർ ആണ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കൈയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. ചെറിയൊരു വിൻഡോ ആണ് മിനി എന്ന് പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാൻ ഒന്ന് അങ്ങോട്ടിരിക്കാം, നെക്സ്റ്റ് സൈഡിലേക്ക് ഇരിക്കാം. നേരത്തെ ഞാൻ 3 പേർക്കെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു 2 പേർക്കായിരിക്കും ഒന്ന് കംഫർട്ടബിൾ. കാരണം സ്പേസ് ഉണ്ടെന്നെങ്കിലും ഇവിടെ ഒരു സെൻട്രൽ ടണൽ വന്നിട്ടുണ്ട്. സോ ആ ടണൽ ട്രാൻസ്മിഷൻ ടണൽ വന്നേക്കുന്ന കാരണം ലോങ്ങിനൊക്കെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മേളില് നല്ല അത്യാവശ്യം ഹെഡ് സ്പേസ് ഉണ്ട്. ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ 2 ആയിട്ടാണ് ഈ സൺറൂഫ് വന്നേക്കുന്നത്. സൺറൂഫ് ഒന്നാണെന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്. നമുക്കതിന്റെ ബ്ലൈൻഡ്സ് പുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്നല്ല ഇങ്ങനെ വലിച്ചിടാൻ പറ്റുന്നത്. ഇത് മാനുവലായിട്ടാണ്. പുറകിലത്തെ നമുക്ക് ഈ ഇത് തുറക്കാൻ പറ്റില്ല, ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. എല്ലാം ലെതർ ടച്ചുള്ള സീറ്റുകളാണ്. 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. സെൻട്രൽ ടണലിന് മുകളിലായിട്ട് 2 AC വെൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജറാണ് വരുന്നിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ മാറ്റിൽ നോക്കിയാൽ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഒരു മിനി ലോഗോയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആക്കുന്നു വണ്ടിയുടെ ഒരു ക്യാരക്ടറിനെ. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം, നമ്മുടെ സെൻറ്ററിലിരിക്കുന്ന ആൾക്ക് സീറ്റ് ബെൽറ്റ് നമ്മൾ സാധാരണ ഇവിടെ പുറകിലത്തെ സീറ്റിൽ നിന്ന് തന്നെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ഒരു സെറ്റപ്പാണ് എല്ലാ വണ്ടിയിലും കണ്ടിരിക്കുന്നത്. പക്ഷേ മിനി കൂപ്പറിന് ഇതാ പുറകിൽ ഹെഡ് റെസ്റ്റിന് മേളിലായിട്ട് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അത് മിനി കൂപ്പറിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ വളരെ കുറച്ച് വണ്ടികളിൽ മാത്രം കാണുന്നൊരു ഘടകമാണ്. എന്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊന്നും നോക്കാം. ആ ഡോർ അടയ്ക്കുന്നതൊക്കെ നല്ല സ്ട്രോങ് ആണ്, സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം. പിന്നെ ഇതിന്റെ പുറകിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ക്വാർട്ടർ ഗ്ലാസ്. ഈ ക്വാർട്ടർ ഗ്ലാസ്, ഇത്രയും വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഇത്രയുണ്ട്. നമ്മുടെ ചെറിയ വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, അത്രയും മിനി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കൺട്രിമാൻ ശരിക്കും വലിയൊരു വണ്ടി തന്നെയാണ്. മേളിൽ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ഒരു പെട്രോൾ ടാങ്കിന്റെ ഓപ്പണറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ പുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മേളിൽ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷാർക്ക് ഫിൻ ആന്റിന, ബ്ലാക്ക് ആൻഡ് ആണ്, ഇത് ഡ്യുവൽ ടോൺ ആണ് വണ്ടി വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൂപ്പർ S എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. പിന്നെ ഇത് ബ്രിട്ടീഷ് എംബ്ലം നമ്മൾ പറയാൻ പാടില്ല, എന്നാലും വണ്ടി നല്ല സ്റ്റൈലിഷ് ആയിട്ട് കാണുന്ന ഒരു മിനി കൂപ്പറിന്റെ ഒരു എലമെന്റ് ആണ് ഈ ഒരു ബ്രിട്ടീഷ് എംബ്ലം, ഫ്ലാഗിന്റെ ഒരു എംബ്ലം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മിനി എന്നൊരു ബാഡ്ജിങ്, താഴത്ത് കൺട്രിമാൻ. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇനി വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് നമുക്ക് നോക്കാം. സിംഗിൾ പ്രസ് മതി, തന്നെ ഓപ്പൺ ആയി പോകോളും. ശരിക്കും പറഞ്ഞാൽ ഈ കൺട്രിമാൻ നമ്മുടെ പർപ്പസ് എല്ലാം മീറ്റ് ചെയ്യേണ്ടെന്ന് പറയാം. കാരണം അത്രയും നമുക്ക് ഒരു ബൂട്ട് സ്പേസ് തരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഈ സീറ്റ് എല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ തൽക്കാലം ഫോൾഡ് ചെയ്യുന്നില്ല. ഇലക്ട്രോണിക് ആണ്. നമുക്ക് ബൂട്ട് ക്ലോസിങ് വരുന്നത്. സിംഗിൾ ടച്ച് തന്നെ ബൂട്ട് ക്ലോസും ആവും. അപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന കൺട്രിമാൻ്റെ ഓണറെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം. ഹായ്. ഇതാണ് അപ്പം നമ്മുടെ കൺട്രിമാൻ്റെ ഓണർ. പേരൊന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് സച്ചിൻ എന്നാണ് പേര്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് സച്ചിൻ എന്നാണ്, ബിസിനസ് ആണ് പരിപാടി. അപ്പം കൺട്രിമാൻ ഇപ്പൊ എടുത്തു. സച്ചിന് വേറെ 1-2 വണ്ടികളുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയുടെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഫോർച്യൂണർ, ഒരു സ്കോർപിയോയും കിടപ്പുണ്ട്. അതല്ലാതെയും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. എന്ത് ബിസിനസ്, എന്താണ് ബിസിനസ് എന്ന് പറയാം? ഫൈനാൻസ് ആണ്. ഓക്കെ. നമുക്കപ്പം ഈ കൺട്രിമാൻ S എടുത്തിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പൊ 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. അപ്പൊ നമ്പർ ഇതുവരെ ഇല്ല, നമ്പറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫാൻസി നമ്പർ എല്ലാം 7 വരുന്ന നമ്പേഴ്സ് ആണ്. ആ ഡിജിറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ക്വാഡ്രപ്പിൾ 7 വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. സോ ഇപ്പം വണ്ടി ഏകദേശം എത്ര കിലോമീറ്റർ നമുക്ക് ഓടിച്ചിട്ടുണ്ട്? 3000 പോയി. 3000 പോയി. സർവീസ് കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ആണ് വരുന്നത്? കിലോമീറ്റർ ഇതില്ല, 1 year ആണ് പറഞ്ഞത്. 1 year ആണ് പറഞ്ഞത്. 15,000 ആണ്. 15,000. അതെ. ഇതിപ്പം നമുക്ക് ഓൺ റോഡ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം
60 ആയപ്പോഴത്തേക്ക് അതെ, അതെ. ഞാൻ പറഞ്ഞില്ലേ വണ്ടി മിനി എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, വണ്ടിക്കൊന്നും അങ്ങനെ മിനി ആയിട്ടില്ല, എല്ലാം ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. സോ സച്ചിൻ ഇപ്പം 3000 കിലോമീറ്ററിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വണ്ടി നല്ലതാണ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇത് എടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിറ്റി ഡ്രൈവ് ആണ് ഉദ്ദേശിച്ചത്. അതെ അതെ. എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഒരു A3 ഉണ്ടായിരുന്നത്, അത് സിറ്റി ഡ്രൈവിന് ഭയങ്കര കംഫർട്ടായിരുന്നു. ടേണിംഗ് റേഡിയസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ. ഇതിന് എങ്ങനെയുണ്ട് ഇപ്പൊ അത്രയും ഓടി A3യുടെ ആ ഒരു ഇതല്ല, എന്നാലും റേഡിയസിന്റെ കാര്യത്തിൽ മാത്രം കേട്ടോ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. അതെ അതെ. ഞാനാണെങ്കിൽ ഇപ്പൊ കയറി ഇരുന്നപ്പോഴേ ആ ഒരു പ്രീമിയം ഫീലും ഉണ്ട്, അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഫുള്ളി പാക്ഡ് വണ്ടിയായിട്ട് എനിക്കും തോന്നി. അതെ അതെ അതെ. പിന്നെ ഇതിന്റെ ഇപ്പം സർവീസ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര സർവീസ് കോസ്റ്റ് വരും എന്ന് പറയാം? 20-25 ആയിരിക്കും സർവീസ് കോസ്റ്റ്. അതെ, അത്ര വരുവാണ്. നമ്മൾ ചോദിക്കാൻ പാടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്, എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. കമ്പനി പറയുന്ന 15 ആണ്. ഓക്കെ. പക്ഷെ എനിക്ക് അത്ര ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ റോഡിൽ ശരിക്കും ആ ഒരു കിട്ടുന്നില്ല. പാടായിരിക്കും. നല്ല കാര്യമായിട്ട് ഇത് ഇങ്ങനെയുള്ള വണ്ടി എടുക്കുന്ന ആൾക്കാർ മൈലേജ് കയറി ആയിട്ടില്ല, എന്നാലും നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിക്കുന്ന വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് കാര്യമായിട്ട് മൈലേജ് കുറവാണ്. പിന്നെ പെട്രോളും കൂടെയാണല്ലോ. നേരത്തെ ഡീസൽ ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ എമിഷന്റെ ഭാഗമായിട്ട് എല്ലാരും പെട്രോളിലേക്ക് മാറി. അങ്ങനെ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡീസൽ. ഓക്കെ. ബാക്കിയെല്ലാം ഡീസലാണ്. ആൾക്ക് ഒരു GT ഉണ്ട്, BMW GT, പജേറോ, അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞ ചെറിയൊരു വണ്ടി പ്രാന്തനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഞാൻ മാത്രമല്ല, എന്റെ ഫാദറും ബ്രദറും ഞങ്ങള് എല്ലാരും അപ്പം ഇഷ്ടമുള്ളവരാണ്. എല്ലാരും വണ്ടി ഓടിക്കും. അപ്പൊ എല്ലാരും വണ്ടി ഓടിക്കും. ഇതിപ്പം ഇപ്പൊ ഫാദറെ ഓടിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? കാരണം ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇത്തിരി വലിയ വണ്ടികളാണ്. അതെ അതെ അതെ. അല്ല, പല വണ്ടി മാറി മാറി ഓടിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഓരോന്നിലും പല അഭിപ്രായങ്ങളാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതാർക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. ഫാദറിന് പക്ഷെ കൂടുതൽ ഇഷ്ടം SUVs ഓടിക്കാനാണ്. അതെ, അങ്ങനത്തേതാണ് പുള്ളിക്കാരന് ഇഷ്ടം. നേരത്തെ ഓടിയുടെ ഏത് മോഡലായിരുന്നു? A3 ഉണ്ടായിരുന്നു. A3 ആയിരുന്നു. അത് സെഡാൻ ആയിരുന്നല്ലോ. സെഡാൻ ആയിരുന്നു. ഓക്കെ. പക്ഷെ ഇത് നമുക്ക് ചെറിയ കാറായിട്ട് തോന്നുന്നില്ല കേട്ടോ, ആ പേര് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ പോണ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറഞ്ഞ ഒരു ആക്യുറേറ്റ് അല്ലാത്തൊരു റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഇപ്പം 3000 കിലോമീറ്റർ ഓടിച്ച ഒരു എക്സ്പീരിയൻസിൽ എവിടെയെങ്കിലും വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുഴപ്പമായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. നമ്മുടെ റോഡിലൊരു സ്യൂട്ട് ആണ്. നമ്മുടെ ഇവിടെയൊക്കെ ഓക്കെയാണ്. ഞാൻ പിന്നെ ഇതും കൊണ്ട് ലോങ് ഒന്നും പോയിട്ടില്ല. ലോങ് പോണം. ലോങ് എവിടെയൊക്കെ സാധാരണ വണ്ടിയായിട്ട് പോകാറുണ്ട്? ഞാൻ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം പോവാറുണ്ട്, ഇടയ്ക്ക് ട്രിപ്പ് പോവാറുണ്ട്. പുറത്തോട്ട്, കേരളത്തിന് പുറത്തോട്ട് അങ്ങനെ എപ്പോഴും പോവാറില്ല, ഇടയ്ക്കേ പോവാറുള്ളൂ. അതെ അതെ. അത് കൂടുതലും പോകാൻ നേരത്ത് ഫാമിലി ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഈ ചെറിയ വണ്ടിക്ക് പോക്ക് നടക്കത്തില്ല. പക്ഷെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നേരത്തെ കൺട്രിമാൻ ഉണ്ടായിരുന്നില്ല, നേരത്തെ മിനി കൂപ്പർ 3 ഡോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരിക്കലും പ്രാക്ടിക്കൽ കാർ അല്ല നമുക്ക് എല്ലാവർക്കും. അതായിരുന്നു എനിക്ക് ഇഷ്ടവും എടുക്കാൻ. ഞാൻ ഇത് കൺട്രിമാൻ അല്ലായിരുന്നു എനിക്ക്, ഞാൻ പ്രിഫർ ചെയ്ത അതാണ്. പക്ഷെ വീട്ടിലെ ഫാമിലിയും കൂടി പ്രിഫറൻസ് 5 ഡോറിലേക്കായിരുന്നു, അവരുടെ കംഫർട്ടബിൾ, അങ്ങനെയാണ് ഇതിലേക്ക് മാറി ഇതിലോട്ട് മാറി. ഓക്കെ ഓക്കെ. അപ്പം ഈ വണ്ടി വാങ്ങിച്ചപ്പോ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോയോ? തൃശ്ശൂർ പോയി. ഫാമിലി, വൈഫിന്റെ വീട് തൃശ്ശൂരാണ്. ഓക്കെ. അവിടെ ഒന്ന് പോയതല്ലാണ്ട് ഞാൻ ലോങ് പോയിട്ടില്ല. ഓക്കെ. അപ്പൊ തൃശ്ശൂര് പോയ ആ ഒരു ടൈമില് നമ്മുടെ പുറകിൽ എല്ലാരും കംഫർട്ടബിൾ ആയിരുന്നു? ഓക്കെ ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചോദിക്കാവുന്ന ഒരു കാര്യം, ഇതിന്റെ എക്സോസ്റ്റ് നോട്ടാണ്. ഇത് നമ്മള് എക്സ്ട്രാ ചെയ്തത് വലുതാണോ? അല്ല അല്ല, കാരണം നല്ലൊരു നോയ്സ് ആയിട്ട് തോന്നി. പിന്നെ BMW കാര്യങ്ങൾ അവരൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. BMW ഉണ്ട്, പക്ഷെ അത് പെട്രോൾ മോഡലിൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഡീസലാണ് നമ്മുടെ വണ്ടി. അപ്പൊ അതുകൊണ്ട് ഇത് ഡീസലാണോ? ഇത് പെട്രോളാണ്. BMW കാര്യമാണ്. ഓക്കെ ഓക്കെ. അതാണ് ഞാൻ ഇത് പെട്രോളാണ്. പക്ഷെ നമുക്ക് BMW ഷോറൂമിൽ തന്നെ അല്ലേ ഇവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ അവരായിട്ടാണല്ലോ ചെയ്യുന്നത്. അവരുടെ തന്നെ ഇപ്പം ബ്രാൻഡാണെന്ന് പറയാം. അതെ, അവരുടെയാണ്. ഓക്കെ. അപ്പം സൗണ്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ MVDക്ക് എന്താണെങ്കിലും പിടിക്കാൻ പറ്റില്ല കേട്ടോ, സ്റ്റോക്ക് ആയിട്ട് തന്നെ ഒരു സാധനമാണ്. അതെ. അങ്ങനെ മിനി കൂപ്പർ ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്.
വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുക, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ഫൈൻ വരും. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ പാർക്ക് മോഡിലാണ്. ഡ്രൈവ് മോഡിലേക്ക് വണ്ടി ഇട്ടു. എങ്ങനെ ഇതിൻ്റെ ഒരു ആക്സലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം സോ അതൊക്കെയായിരുന്നു നമ്മുടെ മിനി കൂപ്പർ കൺട്രിമാൻ്റെ വിശേഷങ്ങൾ. നമുക്കപ്പം സച്ചിൻ ചേട്ടനായിരുന്നു നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നത്. സച്ചിൻ ചേട്ടൻ ഒരു കാര്യം കൂടെ, ഇപ്പം മിനി കൂപ്പർ എടുത്തു, നല്ലൊരു വണ്ടിയാണ്, നല്ലൊരു പാക്കേജിലുള്ള നല്ലൊരു വണ്ടിയാണ്. സോ സച്ചിൻ ചേട്ടൻ്റെ ഒരു ഡ്രീം വെഹിക്കിൾ ഏതാണ്? പോർഷെ മെക്കാനാണ് ഡ്രീം വെഹിക്കിൾ. ഓക്കെ, പോർഷെ മെക്കാൻ. അപ്പൊ നമുക്ക് ചേട്ടന് വേറെ ഒരു പജേറോ കൂടെ ഉണ്ട്. നമുക്ക് ഒരു റിവ്യൂവിൽ അത് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി അടുത്തൊരു ദിവസം നമുക്ക് വരാം, നമുക്കത് എടുക്കാം. അപ്പം ഏറ്റവും അടുത്ത് തന്നെ പോർഷെ മെക്കാൻ എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. സോ താങ്ക് യു വെരി മച്ച്. സോ എല്ലാവരും വണ്ടി സേഫ് ആയിട്ട് ഓടിക്കുക, സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ധരിക്കുക. മഴയാണ്, സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഹാപ്പി മോട്ടറിംഗ്.